പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സി.പി. ഷാജിമോഹൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കലിയുഗവരുതൻ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമിയുടെ ആയോധനക്കളരി സ്ഥാനവും മാളികപ്പുറത്തമ്മയുടെ മൂലക്കുടുംബ സ്ഥാനവുമായി ശബരിമല ഐതിഹ്യത്തിലും കേരളത്തിലെ ക്ഷേത്ര ഐതിഹ്യങ്ങളിലും സ്വർണ്ണ ശോഭയുടെ നിലകൊള്ളുന്ന ആലപ്പുഴ മൊഹമ്മ ചീരപ്പഞ്ചിറ തറവാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ചീരപ്പഞ്ചിറ തറവാട് ഇന്നും ആ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ പൈതൃകത്തിൻ്റെ തുടിപ്പുകൾക്ക് ആ പൂക്കൾ വിരിഞ്ഞ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ തറവാട് ഇന്നും അതേപോലെയാണ് ഈ കുടുംബാംഗങ്ങൾ സന്ദർശിക്കുന്നത്. ഈ തറവാടിനെ കുറിച്ചുള്ള കഥകളറിയുവാൻ അയ്യപ്പസ്വാമിയുടെ ആയോധനകളരി സ്ഥാനമാകുമ്പോൾ അയ്യപ്പസ്വാമി ഉപയോഗിച്ച് എന്ന് വിശ്വസിക്കപ്പെടുന്ന വാളും കച്ചിയുമെല്ലാം ഇവിടെ വളരെ ഭക്തി ആദരവുകളോടെ നിലവിളക്ക് തെളിച്ച് കാത്തു സൂക്ഷിക്കുന്ന അറയും ഈ ചീരപ്പഞ്ചിറ തറവാടിൻ്റെ പുണ്യമാണ്. അത്ര ഐശ്വര്യപൂർണ്ണമാർന്ന ഈ തറവാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, വിശേഷങ്ങൾ, പ്രാധാന്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സായം സന്ധ്യാനേരത്ത് എത്തിയിരിക്കുന്നത്. സുരേഷാണ് അയ്യപ്പ. ഇതാണ് ചീരപ്പഞ്ചിറ തറവാട്. എൻ്റെ പേര് അനീഷ്. ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാരണവർ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അയ്യപ്പൻ കളരിപ്പയറ്റ് ഒടുക്കാൻ വന്നപ്പോൾ താമസിച്ചിരുന്ന തറവാടാണ്. അത് കൂടാതെ തന്നെ മാളികപ്പുറത്തമ്മ ലളിതാംബിക എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തമ്മ ജനിച്ച വീടാണിത്. ഇവിടെ താമസിച്ചാണ് അയ്യപ്പൻ ഈ പൂഴിയങ്കം പഠിച്ചത്. ഇത് അയ്യപ്പനെ പഠിപ്പിച്ച ഗുരുനാഥൻ എന്ന് പറയുന്ന രപ്പപ്പണിക്കരാണ്. അവർ 3 ചേർന്ന് ചീരൻ, അപ്പൻ, രപ്പൻ. ചീരൻ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ, അയ്യപ്പൻ ഈ കളരിപ്പയറ്റ് മാത്രമല്ല ആയുർവേദം, ഈ മന്ത്രതന്ത്ര വിദ്യകൾ ചില ചീരൻ, അപ്പൻ, രപ്പൻ. ചീരൻ എന്ന് പറഞ്ഞ കക്ഷി ആയുർവേദത്തിൽ പഠിപ്പിച്ചത്. അപ്പൻ എന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ നമ്മുടെ പണ്ട് പറഞ്ഞു കേട്ടില്ലേ, കൂട് വിട്ട് കൂട് മാറുക, മന്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചത്. രപ്പപ്പണിക്കാരാണ് കളരി പഠിപ്പിച്ചത്. രപ്പപ്പണിക്കാരുടെ മകളാണ് ലളിതാംബിക എന്ന് പറയുന്ന മാളികപ്പുറത്തെ അമ്മ. നമ്മൾ അയ്യപ്പൻ ഉപയോഗിച്ച ആ അരക്കച്ച ചില വീരാളിപ്പെട്ട് അയ്യപ്പൻ്റെ വാള്, അത് നമ്മളിവിടെ അറയിലിരിക്കുന്ന, അത് ഡെയിലി രാവിലെയും വൈകുന്നേരം പൂജ അധികമായി നമ്മളത് അത്ര പവിത്രമായിട്ട് ഇവിടെ സൂക്ഷിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു സൈഡാണ് മുറിച്ചത്, ഈ വാളിന് 3 സൈഡാണ് മുറിച്ചത്. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് ബ്ലഡ് ഔട്ടാകാതെ നേരെ ഓവി പോകണം. നമുക്കിപ്പം ഇവിടുന്ന് പുറത്തുനിന്ന് ശബരിമലയ്ക്ക് പോകുന്നവർ, പോയിട്ട് തിരിച്ചു വരുന്ന, നമ്മുടെ നാട്ടുകാരല്ല, പോയിട്ട് തിരിച്ചു വരുന്നവർ നമ്മളിവിടെ വന്നാണ് ഗുരുവിനെ കണ്ട് മാല ഊരിയാണ് പോകുന്നത്. അതുപോലെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്ര, മലേഷ്യ എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളവരെ എല്ലാവരും വന്ന് അയ്യപ്പനെ കണ്ട് തൊഴുത് ഇവിടെ വന്ന് വാളും കച്ചയും കൊണ്ട് തൊഴുതാൻ പോകുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഈ 10 വയസ്സിന് മേൽപ്പെട്ടുള്ളവർക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവർ കെട്ടി നിറച്ച് നമുക്ക് ഇവിടെ വരും. നമ്മുടെ അമ്പലത്തിൻ്റെ പേര് തന്നെ മുക്കാലോട്ട് അയ്യപ്പ ക്ഷേത്രം എന്നാണ്. വെച്ചാൽ അയ്യപ്പൻ്റെ മുക്കാൽ ഭാഗം ചൈതന്യം മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ഇവിടെ ചീരപ്പഞ്ചിറ അയ്യപ്പ ക്ഷേത്രത്തിൽ കാണുമെന്നാണ്. അതുകൊണ്ട് മാളികപ്പുറങ്ങൾ കൂടുതലിപ്പം വരുന്നത് നമുക്കാണ്. ചില ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവരും, പ്രായാധിക്യം കൊണ്ട് പോകാൻ പറ്റാത്തവരും, 10 വയസ്സ് കഴിഞ്ഞവരും, അങ്ങനെ വരുന്നവരും നമുക്കിവിടെ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അയ്യപ്പസ്വാമിയെക്കുറിച്ചുള്ള അയ്യപ്പസ്വാമി ചീരപ്പഞ്ചിറ തറവാടും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ
അടുത്ത വീഡിയോ വരുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം CP ഷാജിയോട് സ്നേഹാശംസകൾ.